വലിക്കും കുറച്ചെങ്കിലും മയം കാണും. ഞാനും അങ്ങോട്ട് ചെന്ന് നമ്പ്യാരമ്മാവനെ നീ തന്നെയല്ലേ വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പോ വെളുക്കാൻ തെച്ചത് പാണ്ടായി, വിഷുവെട്ടാ പാണ്ടായി. ലീലാവതിയെ ബുദ്ധിമുട്ടിക്കാൻ കൊണ്ടുവന്ന ആളിപ്പൊ നമുക്കാ പാരയായത്. വീണ്ടും കൂട്ടം വലിക്കുന്നു. കണ്ട അവിടെ കിടക്ക്. എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ വിഷുവേട്ടാ ഇങ്ങനെയുള്ളപ്പോ കാറെടുത്താൽ മുതലാവത്തില്ല. ആദ്യം ഈ പ്രശ്നം തീർത്തിട്ട് മതി അടുത്ത പ്രശ്നം. നാളെ മുതൽ ഞാൻ ഓഫീസിൽ ഓവർ ടൈം ജോലി ചെയ്യാൻ പോവാ. ഇവിടെ നിന്നാ പ്രാന്ത് പിടിക്കും ഈശ്വര. എനിക്കും അങ്ങോട്ട് കയറി കിടക്കണം, എനിക്ക് കിടക്കണം ഇവിടെ. നീ ഇതിന്റെ കൂടെ നിന്റെ കൂർക്കമ്പലിയും കൂടെ ആവുമ്പോ നന്നായിരിക്കും. വേറെ പെമ്പിള്ളേർക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഇയാള് വലിച്ച് ചാവാൻ പോണ. എടാ സിംഗേ, അയ്യോ അത് ശരി, നീ പച്ചക്കറി കച്ചവടം തുടങ്ങിയ. വെരി ഗുഡ്, വർക്ക് ഹാർഡ്, ഗെറ്റ് ഫുഡ്. നന്നായിട്ട് ജോലി ചെയ്ത് ഫുഡ് കഴിക്കണം. പക്ഷേ ഇവിടെ അവിടെ പച്ചക്കറി ഒന്നും വേണ്ട. യെസ്റ്റർഡേ ബൈ, ഇന്നലെ വാങ്ങി. എന്നാലേ ടുഡേയും കൂടെ ബൈക്കണം. എനിക്ക് പച്ചക്കറി കച്ചവടം ഒന്നും ഇല്ല, ഇവിടത്തേക്ക് മേടിച്ചോണ്ട് വന്നതാ കേട്ടോ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഒരു മാസത്തേക്കുള്ള പച്ചക്കറി ഒരുമിച്ച് വാങ്ങിക്കേ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ കൂടി പോയാൽ എന്തെങ്കിലും കുറവുണ്ടോ? അല്ല, സതി ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ചോദിക്കണം. ഈ വീട്ടിലെ ഗ്രഹനാഥ അവളാണോ അതോ ഈ വീട്ടു ജോലിക്കാരിയാണോന്നോ? അയ്യോ ലതാകുമാരി, അയ്യോ പൊത്തോന്നൊക്കെ പറയും. വെറും വിടുവാക്ക്. ഐ ആം വെരി പുവർ വുമൻ. സത്യം പറയാലോ, ഈ വീട്ടിനൊരു ഐശ്വര്യം വന്നത്, ഒരു നിറവ് വന്നത്, ഒരു മതിപ്പ് വന്നത് നിങ്ങളുടെ രണ്ടുപേരും പാദസ്പർശം ഈ വീട്ടിൽ ഏറ്റതിന് ശേഷമാ. വെരി വണ്ടർഫുൾ. അങ്ങനെ വിവരമായിട്ട് സംസാരിക്കേ. ഭജനം കഴിഞ്ഞ് വന്നിരിക്കുക, ഞങ്ങൾക്ക് വിശപ്പ് കൂടും. പ്രത്യേകിച്ച് ഗുരുവായൂരത്തെ ഭജനം. അപ്പൊ ചോറ്റാനിക്കരല്ലേ ഭജനോ? ഞാൻ പറഞ്ഞു പത്മാവതി, ഗുരുവായൂരിന്റെ മുമ്പിൽ ചോറ്റാനിക്കരെ കൊണ്ടുവരരുത്. ചുരുക്കത്തിൽ ഇന്നു മുതൽ ഫുൾ ചാപ്പാടും സദ്യയും. പച്ചക്കറിയുടെ കാശ് അതിഞ്ഞ് കിട്ടിയ ആ കാശ് കൊണ്ടുപോയി ഞാൻ പച്ചക്കറി കടയിൽ കൊടുക്കാം. 317 രൂപ. അതൊക്കെ തരും. അതെ, തരാനാ പറഞ്ഞ്. അതൊക്കെ അവൻ തരും. എന്റെ അനന്തരവളുടെ ഭർത്താവ് വിശ്വാസം തരുമെന്ന്. അല്ല അതിപ്പോ നീ ആ പച്ചക്കറി ഞാൻ കൊടുത്തിട്ട് വാ. ആയിക്കോട്ടെ, ഇനി ഇങ്ങി തന്നാട്ടെ. ഇതാണ് കൊച്ചനെ പറയുന്നത്, അഭ്യാസം ഒന്നും നമ്പ്യാരിയായിട്ട് അടുത്ത് വേണ്ടാന്ന്. നിനക്ക് പച്ചക്കറിയുടെ കാശ് വേണോ? ഏയ് ഇനി ഞാൻ തന്നാലും വാങ്ങത്തില്ല. ഞങ്ങള് പാരമ്പര്യമായിട്ട് അങ്ങനെ ഈ പച്ചക്കറി കാശ് എന്ന് കേൾക്കുമ്പോഴത്തന്നെ ഒരു വിറയല. എന്നാ ആ കാശ് തരും. എന്നാ പിന്നെ ആ കാശ് ഇനി തന്നേരെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല അവൻ തരും. ആര് തരും? അവൻ. അല്ല വിശ്വാസം സാറേ. അപ്പൊ ലതാകുമാരി വന്നേ, നമുക്ക് സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കാം. ഇയാളിവിടെ സ്ഥിരതാമസമായ എന്റെ കാര്യം കട്ടപ്പോ. ഗുരുവായൂർ ഒരു ഷഷ്ടിപൂർത്തിക്ക് പോകുമെന്ന് പറയുകയായിരുന്നു. എന്നോടൊന്നും പറയട്ടെ. എനിക്ക് അങ്ങേരോട് ചോദിക്കണം. ഇന്ന് അങ്ങേരെ ഞാൻ വലിച്ചു കീഴും. തന്ത്രമാണ് ഇവിടെ ആവശ്യം. തന്ത്രപരമായിട്ട് വേണം മൂപ്പീതിനെ ഇവിടെ ഓടിക്കാൻ. കണ്ടോ പച്ചക്കറി, ഇറച്ചി, മത്സ്യവും ബില്ല് എത്രയെന്ന് കണ്ടോ? ഇവിടെ കൊല്ലം ഞാൻ ഇന്ന് കണ്ടു. ഒരാഴ്ചയും കൂടെ നീ ക്ഷമിക്കും, അതിനിടയിൽ നമുക്ക് വഴി ഉണ്ടാക്കാം. ഈ വധുവല് പോയി കിട്ടാതെ കാറും എടുക്കാൻ പറ്റത്തില്ലല്ലോ ഈശ്വരന്മാരെ. വാ. കുയിലിനെ തേടി മയിലിനെ തേടി കുതിച്ചു പായും പട്ടുക്കുപ്പായക്കാര നല്ല പാട്ട്. എന്ത് നിർത്തി കാണുന്നത്? പാടൂ. അയ്യോ സാറേ, ഇത് പാട്ടല്ല, പാടുപാട്ട്. വെറും പാടുപാട്ട്. പാടുപാട്ട് പാടാത്ത കഴുതയില്ലെന്നാണ് പ്രമാണം. ഈ പാട്ട് പാടുപാട്ടോ? അങ്ങനെ പറയുന്നുണ്ട കരണക്കുട്ടി നമ്പ്യാർ അടിച്ചു വിളിക്കും. ഞാൻ എത്രയോ പാട്ട് കേട്ടിട്ടുണ്ട്.
ലതാ മങ്കേഷ്കർ, ആശാ ആശ ബോൺസായ് ബോൺസലേ രണ്ടും അർത്ഥം ഒന്ന് തന്നെ. ഓ. അവര് എസ് ജാനകി, സുശീല, മാധുരി, കെ എസ് ചിത്ര, സുജാത, പിന്നെ പുതിയ പിള്ളേര് റിമി ടോമി, മഞ്ജരി. പക്ഷെ ലതാകുമാരി, ഞാൻ മുഖസ്തുതി പറയുകയല്ല, ഈ ഒരു നാളും ഞാൻ അവരിൽ ആരിലും ശ്രമിച്ചിട്ടില്ല. ഓ സാർ എന്നെ ഇൻസെറ്റ് ചെയ്യല്ലോ കേട്ടാ. ലതാ മങ്കേഷ്കർ എവിടെ കിടക്കണം, ഈ പാവം ഞാൻ എവിടെ കിടക്കണം? ലതാ മങ്കേഷ്കർ പട്ടുമറ്റയിലായിരിക്കും കിടക്കുന്നത്. ലതാകുമാരി പാവപ്പെട്ട കൂരയിൽ പണം പായി. പക്ഷെ ഈ ഒരു വ്യത്യാസം, ഈ അസമത്വം ഞാൻ സമ്മതിക്കില്ല. നമ്പ്യാരുള്ള കാലത്തോളം ഈ വിവേചനം അനുവദിക്കില്ല. ലതാ മങ്കേഷ്കർ വാനമ്പാടി വാനമ്പാടി എന്നാ വിളിക്കുന്നത്. ലതാകുമാരിക്ക് നമ്പ്യാരൊരു സ്ഥാനപ്പേര് നൽകുന്നു. വാനമ്പാടി നമ്പർ 2. സാർ ഇത് എന്തോന്നൊക്കെ പറയണത്? നമ്പ്യാര് സാധാരണ പറയാറില്ല, പ്രവർത്തിക്കാറാ പതിവ്. നമ്പ്യാര് ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തോന്ന് തീരുമാനിച്ചെന്ന്? കഷ്ടപ്പെടുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുക. അത് നമ്പ്യാരുടെ ഒരു വീക്ക്നെസ് ആണ്. എന്ന് വെച്ചാ ഞാൻ ഒരു പുടവ അങ്ങ് തരും, ഒന്നും പറയരുത്. നമ്പ്യാരായാലും കൊള്ളാം, നമ്പീശനായാലും കൊള്ളാം, ഈ ലതാകുമാരിയോട് കിന്നരിക്കാൻ വന്നാലുണ്ടല്ലോ വിവരം അറിയും, വിവരം. ഇയാൾക്ക് ഇതെന്തോന്ന് നെയ്ത്തുശാല ഇട്ടിരിക്കുന്ന? കാണുന്നവർക്ക് പുടവ എടുത്തു കൊടുക്കാൻ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അത് ശരി, അപ്പൊ കുറ്റ എന്റെ പേർക്കായോ? പുടവ വേണമെങ്കിൽ നീ വീട്ടിൽ നിന്ന് കൊണ്ടുപോയോ? ഞാൻ നെയ്ത്തുശാല ഒന്നും ഇട്ടിട്ടില്ല. നിനക്ക് പുടവ എന്താ കാര്യം? അവക്ക് പുടവ വേണമെന്ന്. പുടവ നിന്റെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എടുത്ത് കൊടുറേ. അയ്യോ എന്റെ പൊന്നിയേച്ചി, മദറാണ്, ഫാദറാണ്, മദറില്ലയാണ് എന്നോട് വന്ന് പറയാണ് വാനമ്പാടി നമ്പർ 2 എന്ന്. എന്റെ പാട്ട് ലതാ മങ്കേഷ്കറിനെക്കാളും നല്ലതെന്ന്. അപ്പൊ തന്നെ അവനോട് സംഗതി വട്ടാണെന്ന്. ലതാ മങ്കേഷ്കറെക്കാളും വലിയ പാട്ടുകാരിയാണ് പോലും. ആലോചിച്ചിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. അയ്യോ ചിരിക്കും ചിരിക്കും. ഇളക്കൊക്കെ ഞാൻ നിർത്തി തരാം. മൈ ഗോഡ്, വാട്ട് എ പിറ്റി. അയ്യോ കരിഞ്ഞു. ലീലാവതി വേണ്ട, ചിരി സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണമെന്നാ. കളിയാക്കാൻ ഉപയോഗിക്കുമ്പോ ചിരിയുടെ തിളക്കം പോകുമെന്നാ. ഞാൻ സന്തോഷിക്കാനായിട്ട് തന്നെ ചിരി ഉപയോഗിക്കുന്നേ. എനിക്ക് സന്തോഷിക്കാൻ സന്തോഷം വന്നിട്ട് അയ്യോ എനിക്ക് തല കറക്കുന്ന നരേട്ടാ. അവരുടെ ശത്രുവേ ഇപ്പൊ ഞാനല്ല, എതിരാളി ആ വീട്ടിൽ തന്നെയുണ്ട്, ആ നമ്പ്യാരമ്മാവൻ. അയ്യോ നിങ്ങളാണ് ഞാനൊരു കാര്യം പറയാം. ആ കിളവനെയും ഭാര്യയും ഇവിടെ ഓടിച്ചില്ലെങ്കിൽ എഴുതി വെച്ചോളി, ഈ വീടൊരു സ്മാൾ ചോറാക്ക്. സ്മാൾ ചോറാ? കുട്ടിച്ചോറ്. ഈ വീട്ടിനെ കുട്ടിച്ചോറാക്കി ആ ചോറും ഉണ്ട് ഏമ്പക്കവും വിട്ട് പാത്രവും മടക്കി സഞ്ചിയിലിട്ടോണ്ടായിരിക്കും അവരടുത്ത വീട്ടിലേക്ക് പോകാൻ പോണത്. നേരെ ഇത് ഡീല് ചെയ്യാൻ പ്രയാസമുള്ള അപൂർവ ഇനങ്ങളാ. ഞാനൊരു കാര്യം പറയാം, സതിക്കുഞ്ഞിനെ വിശ്വാസാറിനെ ഇത് ഇടപെടുത്താതെ തന്നെ നമുക്ക് ഇതങ്ങോട്ട് ഹാൻഡിൽ ചെയ്താലോ? എങ്ങനെ? ഇയാൾക്ക് ഒരു മോള, അതറിയാം. മോളെ ഭയങ്കര ജീവനാ. ആ കുട്ടി വിളിക്കുന്ന പോലെ നമുക്കൊരു കത്ത് എഴുതിയാലോ? ഐഡിയ കൊള്ളാം.